നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. ഇയാളെ സഹായിക്കാൻ എത്ര ക്രൂരനാണെന്ന് ഓർത്തു നോക്കി, ഒന്ന് മനസ്സിലാക്കി അല്ലേ? സഹായിക്കണോ വേണ്ടിയോ? അയാൾക്ക് കടമയില്ലേ? തിരിച്ചൊരു ചോദ്യം ക്രൂരമായി പീഡിപ്പിച്ച ഒരാളോട് എങ്ങനെ പൈസ ചോദിക്കാൻ ചോദിച്ചു എന്നൊരു ചോദ്യം ചില ചോദിക്കുന്നുണ്ട്. പോയി ഇല്ലത്തിന്റെ മാനം പോയി. പീഡിപ്പിച്ചിട്ട് കാശ് കൊടുക്കാതെ ഇല്ലത്തിന്റെ മാനം കളഞ്ഞൂന്നേ. ഇതുപോലൊരു നാറിയ ചരിത്രം AKG ഇല്ലത്തിന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. മുകേഷേ, മോശമായി പോയി. ഒന്നുമില്ലേലും സ്ത്രീപക്ഷ പാർട്ടിയല്ലേ ഉപയോഗം നമ്മുടേത്. കാര്യം കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാതെ സ്ത്രീകളുടെ ശാപം ഏറ്റുവാങ്ങി ഇല്ലം മുടിക്കാനുണ്ടായ കുറെ എണ്ണങ്ങള്. ഗോവിന്ദൻ സഖാവ് കാലിനുള്ളിൽ നിൽക്കുകയാണെന്ന് എങ്ങനെ നിൽക്കാതിരിക്കും? ഇത് അമ്മാതിരി പണിയല്ലേ കാണിച്ചത്. മുകേഷിനെ ഇല്ലത്തൂന്ന് പടിയടച്ച് പിണ്ടം വെക്കണമെന്നാണ് PK ശശി കീച്ചിയിരിക്കുന്നത്. ഒരു സ്ത്രീയോട്, ദുർബലയായ ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നുവെന്ന് P ശശിയുടെയും കീച്ചൽ. കാശ് കൊടുക്കാത്തതിന്റെ തീവ്രത ശ്രീമതി ടീച്ചർ അളന്നുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ടേ നടപടി സ്വീകരിക്കൂ. കൊല്ലം കോഴി ചൂളിപ്പോയിരിക്കുകയാണ് ഗൈസ്. ഇതിലും ഭേദം പീഡിപ്പിച്ചു എന്ന് മാത്രം കേസ് മതിയായിരുന്നു. കാര്യം കഴിഞ്ഞിട്ട് കാശ് കൊടുത്തില്ല എന്നുള്ളത് മോശമായിപ്പോയി. ഇതെങ്ങനെ സർക്കാർ കടലാസിൽ എഴുതുമെന്ന് പോലീസ് തല പോയിഞ്ഞോണ്ടിരിക്കുവോ? KP പോലീസിന്റെ ഓരോരോ ഗതികേട് നോക്കണേ. മാതിരി ഹോട്ട് കഥകളൊക്കെയാണ് സർക്കാർ കടലാസിൽ എഴുതേണ്ടത്. തന്റെ ഇമേജ് ഇടിഞ്ഞെന്നാണ് സഖാവിന്റെ വിഷമം. നാളെയും വെടിവഴിപാടുകൾ നടത്താനുള്ളതല്ലേ, പക്ഷേ കാശ് കൊടുക്കൂല എന്ന് ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞാൽ ഫലം പോകൂലേ? അല്ലേ ടപ്പ ടപ്പ ടപ്പേന്ന് പൊട്ടിക്കൊണ്ടിരിക്കുക. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, പലതരം പീഡന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ജാതി വെറൈറ്റി പീഡന കഥകൾ സിനിമാ മേഖലയിലേക്ക് കാണും. എനിക്കതല്ല. കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ എന്റെ പൊന്നു ജഡേജേ നിങ്ങളൊക്കെ ചിരിച്ച് പണ്ടാരടങ്ങും കേട്ടോ. ലേ ജഡ്ജി, അന്തസ്സുണ്ടോ മുകേഷ്? അന്തസ് വളച്ചിലെടുക്കരുത് കേട്ടോ. മുകേഷ് സഖാവിന്റെ ഡിങ്കോൾഫികൾ പണ്ടേ കരക്കമ്പിയാണ്. ആ തീവ്രത മനസ്സിലാക്കിയിട്ടാ പാർട്ടി കസേര കൊടുത്തത്. കൊല്ലത്തൊരു കോഴിയുടെ കുറവുണ്ടെന്ന് തോന്നി, ഉടനെ അണ്ണനെ അങ്ങ് ജയിപ്പിച്ചു. ലേ കൊല്ലംകാർ, പുല്ല് വേണ്ടാർന്ന്. എന്റെ പൊന്നിടാവേ, അണ്ണന്റെ ചൂടൻ ചാറ്റുകളല്ലേ കരക്കമ്പി ആയിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കൽ വാങ്ങൽ മൊത്തം അങ്ങാടിപ്പാട്ടായിട്ടുണ്ടണ്ണ. കൊല്ലത്ത് പോയിട്ട് കൊച്ചിയിൽ പോലും കേറാൻ പറ്റാത്ത നിലയിലായിരിക്കുകയാണ് സഖാവിന്റെ അവസ്ഥ. അണ്ണൻ മുത്തം ചോദിക്കുന്നെന്ന് സേച്ചി മുത്തത്തിന്റെ സ്മൈലി അയക്കുന്നു. അങ്ങോട്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ചാനല്. ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട്, കുറെ പേര്, എല്ലാം ഫ്രണ്ട്സ് ആണ്. ഞാൻ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് ഉമ്മ അതിന്റെ ഒരു എന്താണ് ഐക്കോണാ, എന്താ പറയാ, അത് അയക്കുമ്പോ നമ്മൾ സ്ട്രേറ്റിലല്ല കൊടുക്കുന്നത്. അതെന്റെ ഒരു സ്നേഹപ്രകടനം, ദാറ്റ്സ് ഓൾ. അതിനെ നിങ്ങൾ ലെസ്റ്റ് ആയിട്ട് കണക്കാക്കരുത് പ്ലീസ്. ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇന്ന് ചോദിക്കുന്ന മുത്തങ്ങൾ നാളത്തെ വൈറൽ എന്ന പഴമൊഴി സഖാവ് മറക്കരുതായിരുന്നു. പൂച്ചക്കുട്ടി മന്ത്രിയുടെ തീവ്രത കൂടിയ വെർഷനാണ് മുകേഷ് സഖാവ്. പണ്ട് മ്യാവു, ഇന്ന് കൊക്കരക്കോ. എങ്ങനെയായാലും എല്ലാ CPMന്റെ ക്രെഡിറ്റിൽ തന്നെ, എല്ലാ ഇല്ലത്തോട്ട് തന്നെ ഉള്ളതാ. ഗോവിന്ദൻ സഖാവിന് അഭിമാനിക്കാം. കോഴികളെല്ലാം ഒരേ കൂട്ടിൽ തന്നെയുണ്ട്. കോഴിക്കൂട് അടയ്ക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ സഖാത്തികളുടെ നിലവിളികൾ ഉയരും. എല്ലാം മുട്ടല് കുറച്ച് കൂടുതലുള്ള ഐറ്റങ്ങളാണ്. അതാ പ്രശ്നം. പക്ഷെ സേച്ചി ചുമ്മാ തീ കേട്ടാ. ചാനലിലെല്ലാം കേറി ഇറങ്ങി പീഡിപ്പിച്ചതിന്റെ കാശ് തന്നില്ലേന്ന് വെച്ചലക്കിക്കൊണ്ടിരിക്കുക. ഏത് ചാനലുകാർ വിളിച്ചാലും സേച്ചി ഒരു മടിയും കൂടാതെ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഉത്തമന്മാരെ, സേച്ചിക്ക് സേട്ടനുമായി ഇടപാടുണ്ടായിരുന്നു എന്ന് സേച്ചി തന്നെ പറയുന്നു. എന്തിടപാടാണെന്നാണ് നമുക്കറിയേണ്ടത്. ആ ഇടപാടാണ് ഇപ്പോൾ ഏടാകൂടമായിരിക്കുന്നത്. പീഡിപ്പിച്ച ആളോട് തന്നെ കാശ് ചോദിച്ച സേച്ചിയുടെ ആ മനസ്സ് ആരും കാണാതെ പോകരുത്. പീഡിപ്പിച്ച ആളോട് നയപരമായാണ് ഞാൻ പെരുമാറിയതെന്ന്. MLA അല്ലേ, സിനിമക്കാരനല്ലേ, അതുകൊണ്ട് നയപരമായി ഞാനൊന്ന് ഡീൽ ചെയ്തു. പക്ഷേ കാശ് ചോദിച്ചിട്ട് കിട്ടാഞ്ഞപ്പോഴത്തേക്ക് പീഡിപ്പിച്ചതായി. സേച്ചി ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഉള്ളതെല്ലാം ഉള്ളതുപോലെ മൈക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കാം. എന്റെ പൊന്നെണ്ണ, റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങിയത് ദിങ്ങിനിരിക്കും. മുകേഷ് സഖാവിന്റെ കുറച്ച് മുത്തങ്ങളുടെ കഥയുണ്ട്, അപ്പൊ കാണാം.